ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിത് ചെയ്യുന്നത് എറണാകുളം ജില്ലയിലുള്ള അതിമനോഹരമായിട്ടുള്ള മാമലക്കണ്ടം എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അപ്പോൾ എന്തായാലും അധികം വൈകണ്ട, നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. പക്ഷേ ഇവിടെ നല്ല ഡെൻസ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇതിലിടയിലേക്ക് ഇടയ്ക്ക് ആനയ്ക്ക് ഇറങ്ങുന്ന റൂട്ടുണ്ട് വെള്ളം കുടിക്കാനായിട്ട്. പിന്നെ മഴക്കാലം കൊണ്ട് തന്നെ ആന ഇറങ്ങാൻ ചാൻസ് ഇല്ല. വേനൽക്കാലത്ത് ആനകൾ ഇറങ്ങാറുണ്ട് ഈ റൂട്ടിൽ വെള്ളം കുടിക്കാനായിട്ട്. റോട്ടിൽ ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട്. ആനയൊന്ന് ഫ്രണ്ടിൽ വന്ന് ചാടാണ്ടിരുന്നാൽ മതി. ആൾക്കാർ അല്ലേ ചാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആന ചാടിയ വണ്ടി അവിടെ ഇട്ടിട്ട് ഓടിയ തന്നെ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല രീതിയിലുള്ള വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ ഇവിടെ ഒന്നും അന്നേരം വണ്ടി ബ്രേക്കിട്ടാണ് നിൽക്കണില്ലല്ലോ. ഇങ്ങോട്ടേക്കൊരു അരുവി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടേക്ക് വന്നാൽ നമുക്ക് കുളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തെ ആൾക്കാർ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പിന്നെ തോർത്തൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇറങ്ങാത്. ഇറക്കിയിട്ടില്ല, മൂടാണ്. ഇത് നല്ല ഫ്രഷ് വാട്ടർ ഉണ്ടോ. ഒരു വൺ ഡേ ട്രിപ്പായിട്ട് വരാവുന്ന സ്ഥലമുണ്ട് എറണാകുളത്ത് തന്നെ ഉള്ളവർക്കൊക്കെ. നല്ല ഉള്ള സ്പോട്ടാണ്. ഇവിടെ അതുപോലെ തന്നെ അപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിൽ കുളിക്കാൻ പറ്റിയ രീതിയിലുള്ള. തോർത്തെടുക്കണ്ടായിരുന്നല്ലോ, തോർത്തെടുത്തില്ല ഗൈസ്. അങ്ങോട്ടൊക്കെ നല്ല കിടില സ്പോട്ടാണ്ടോ. ഇവിടെ നോക്കി പോട്ടോ. അവിടെ പിന്നെ കുഴപ്പമില്ല. ഈ ഒരു സൈഡിലൊക്കെ വന്ന് ഇരിക്കാൻ കൊള്ളാം. നടക്കണമെങ്കിൽ ചിലപ്പോൾ തെന്നിപ്പോയിട്ട് അവിടെ ഇടിച്ചിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ഏരിയയിലൊക്കെ ആനയൊക്കെ വെള്ളം കുടിക്കാൻ തന്നെ ഏരിയ ഉണ്ടോ. ഇത് അവിടേക്ക് ആയിട്ട് ആനപ്പിണ്ടൊക്കെ വേറെ വൈബ് സ്ഥലമുണ്ടോ. നിങ്ങൾ എറണാകുളത്തുള്ളവരാണെങ്കിൽ ഒരു ദിവസം ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി വരാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയുണ്ടത്. ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അവിടെ ഇവിടെ ഈ ഒരു സ്പോട്ടിലാണ് കുളിക്കാൻ വന്ന രീതിക്കുള്ളത്. മര്യാദ ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. അതായത് ഓരോരോ സൈഡുണ്ട്. അപ്പുറത്ത് നമ്മൾ ഇന്നതിൻ്റെ ഇപ്പുറത്തായിട്ട് വേറൊരു സൈഡൊക്കെ ഉണ്ട്. അവിടെയാണ് കൂടുതൽ ആൾക്കാരുള്ളത് കേട്ടോ.
ഞങ്ങളിന്ന് ചുമ്മാ ഫ്രീ ആയിട്ടിരുന്നപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയുണ്ടോ. ഞാനുണ്ട്, എൻ്റെ ഒപ്പം റോജനും ഉണ്ട് കേട്ടോ. ചുമ്മാ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയ ഒരു റൂട്ടാണിത്. സംഭവം അടിപൊളിയാണല്ലോ. ഒരുപാട് ആനപ്പിണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. എപ്പോഴാണോ ആവോ. ഈ ഒരു റോഡിൻ്റെ പാരലായിട്ട് തന്നെ ഒരു അരുവി പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ കയറി അതുപോലെ. അതുകൊണ്ട് തന്നെ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ആൾക്കാർ വന്നിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരു തിരക്കില്ലാത്തൊരു സ്ഥലമുണ്ട്. അധികം ആൾക്കാർ അറിയപ്പെടാത്ത ഒരു സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ വലിയ ക്രൗഡഡും അല്ല. ഇവിടെ 2 സൈഡിലായിട്ടും റബ്ബർ തോട്ടങ്ങളുണ്ടോ. ഇഞ്ചി കൃഷിയുണ്ട് അവിടെ തന്നെ. ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമുണ്ടോ. ഒരു ബഹളവും ഇല്ല, ഒന്നുമില്ല. അതും ഈ എറണാകുളം ജില്ലയിൽ തന്നെ ആ ഒരു എറണാകുളം സിറ്റിയുടെ അകത്തായിട്ട് കയറി കഴിയുമ്പോൾ ഇത്രയ്ക്ക് കാമും ക്വയറ്റുമായിട്ടുള്ളൊരു സ്ഥലം സൂപ്പറാണ്ടാവും. നല്ല മഴക്കാറുണ്ട് പൊക്കത്ത്. മഴ പെയ്ത് കഴിഞ്ഞാൽ പണി പാളും. റെയിൻ കോട്ട് എടുത്തിട്ടില്ല, അതാണ്. പക്ഷേ ഇവിടെ ആയിട്ട് തന്നെ ഒരു സ്കൂളുണ്ട് കേട്ടോ. ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്കൂളുണ്ട്. സ്കൂളിൻ്റെ പുറകിലൂടെ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു കില്ല സ്കൂളാണ്. നമ്മളിപ്പോൾ അതേ നേരെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ആ സ്കൂളിൻ്റെ അവിടെ എത്തിക്കണം കേട്ടോ. ഇതാണ്ടോ നമ്മുടെ മാമലകണ്ടത്തുള്ള ഗവൺമെൻറ് സ്കൂള്. രക്ഷയില്ല സ്കൂൾ. ചെറിയ സ്കൂളാണ്, പക്ഷേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ വെറുതെ മാറിക്കൊണ്ട് ബാക്കിൽ ഈ മലയും അതിൽ നിന്നുള്ളൊരു വെള്ളച്ചാട്ടമൊക്കെയാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്. പക്ഷെ ചെറിയൊരു സ്കൂളാണ് കേട്ടോ. ഹൈസ്കൂളാണ്. ഇപ്പോൾ ഇവിടെ ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. ഈ കോവിഡിൻ്റെ ഒക്കെ ഇഷ്യൂ ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ലോക്ക്ഡൗൺ. അല്ലെങ്കിൽ നമുക്ക് അകത്തൊക്കെ കയറി കാണിക്കാറുണ്ട്. ഇതിപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പുറത്തുനിന്ന് മാത്രം കാണിക്കണം. സ്കൂളെന്ന് പറയാനായിട്ട് ഈ ഒരു ബിൽഡിങ്ങും അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയ സ്കൂളാണ്, പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടേക്ക് ഈ മേഘങ്ങളൊക്കെ വന്നിട്ട് കോടയൊക്കെ ഇറങ്ങുന്ന ടൈമിലൊക്കെ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. സൂപ്പർ വ്യൂ ആയിരിക്കും. പക്ഷേ ഒരു രക്ഷയില്ലാത്തൊരു കിടിലൻ റൂട്ട് തന്നെ ഉണ്ട്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത റൂട്ട് തന്നെ ഉണ്ടോ. നല്ല രീതിക്ക് തന്നെ റോഡൊക്കെ ടാർ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വലിയ കട്ടറും കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി ഒരു റൈഡ് തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നെയാണെങ്കിൽ നല്ലൊരു ഫോറസ്റ്റ് മൂഡിൽ നമുക്കിങ്ങനെ റൈഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയ എറണാകുളത്തെ ഒരു കിടിലൻ സ്ഥലമുണ്ട്. എനിക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലം തന്നെയുണ്ട്. എറണാകുളത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു സ്ഥലമുണ്ട് ഇത്. ഇടുക്കിയുടെ ഒരു സ്റ്റാർട്ടിങ്ങും, പക്ഷേ എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഇത് പെടുന്നത്. അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ വെറുതെ വന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണത്. ആന വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇങ്ങോട്ടുള്ള വഴി എന്ന് പറയുമ്പോൾ നല്ല രീതിക്കുള്ള ഇറക്കവും കയറ്റമൊക്കെ ഉണ്ടോ. വെറുതെ നല്ല രീതിക്ക് കയറ്റമുണ്ട്, അതുപോലെ നല്ല രീതിക്ക് ഇറക്കും. ഇവിടെ ഫെൻസിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ എന്നൊക്കെയാണ് ആന മെയിനായിട്ട് വരുന്നത്. ഏരിയ മൊത്തം ഇങ്ങനെ ഫെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എന്ത് ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ബൈ.